CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പൂർത്തിയായിരിക്കുകയാണ്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത സമ്മേളനം സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാസ്റ്ററെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതോടൊപ്പം 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുക്കുകയുണ്ടായി. ഇത്തവണ 15 പുതുമുഖങ്ങളാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കടന്നു വരുന്നത്. അതിൽ പലരും യുവാക്കളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കടന്നു വരുന്ന ആ 15 പുതുമുഖങ്ങൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിൽ സ്ഥിരാംഗങ്ങളല്ലാത്ത ക്ഷണിതാക്കൾ മാത്രമായ ബിജു കണ്ടക്കൈ, അതോടൊപ്പം ജോൺ ബ്രിട്ടാസ് എന്നിവരെ സ്ഥിരാംഗങ്ങളാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ പുതുമുഖങ്ങളായി കൂട്ടുന്നില്ല. ബാക്കി 15 പേർ ആരൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വാമനപുരം MLAയും തിരുവനന്തപുരത്ത് നിന്നുള്ള CPM നേതാവുമായ DK മുരളിയാണ് ആദ്യത്തെ പേരുകാരൻ. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ പുതുമുഖമാണ്. അതോടൊപ്പം S ജയമോഹൻ സംസ്ഥാന കമ്മിറ്റിയിൽ പുതുമുഖമായി കടന്നു വരുന്നു. അതോടൊപ്പം TR രഘുനാഥ് സംസ്ഥാന കമ്മിറ്റിയിൽ മറ്റൊരു പുതുമുഖമായി കടന്നു വരുന്നുണ്ട്. K പ്രസാദ് സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു പുതുമുഖമാണ്. എറണാകുളത്ത് നിന്നുള്ള M അനിൽകുമാർ CPM സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റൊരു പുതുമുഖമാണ്. നിലവിൽ മന്ത്രിയായിട്ടുള്ള R ബിന്ദു ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കടന്നു വരുന്നു. അതോടൊപ്പം MLA ആയ K ശാന്തകുമാരിയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കടന്നു വരികയാണ്. DYFIയുടെ ഭാരവാഹിയായ സംസ്ഥാന ഭാരവാഹിയായ V വസീഫ് ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം DYFIയുടെ മറ്റൊരു സംസ്ഥാന ഭാരവാഹിയായ VK സനോജും സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നേടി. M പ്രകാശൻ മാസ്റ്ററും സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം നേടിയിരിക്കുകയാണ്. KV അബ്ദുൽ ഖാദർ തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട KV അബ്ദുൽ ഖാദർ ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു പുതുമുഖമായി കടന്നു വരുന്നു. അതോടൊപ്പം VP അനിൽ, M മെഹബൂബ്, അതോടൊപ്പം വയനാട് ജില്ലാ സെക്രട്ടറിയായി ഇത്തവണത്തെ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്ത DYFIയുടെ യുവ നേതാവ് K റഫീഖ് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു അംഗമായി ഇത്തവണ പുതുമുഖമായി കടന്നു വരുന്നു. അതോടൊപ്പം M രാജഗോപാലും CPM സംസ്ഥാന കമ്മിറ്റിയിലെ പുതുമുഖമാണ്. ഇതിനു പുറമെ CPM സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായ ബിജു കണ്ടക്കൈയും ജോൺ ബ്രിട്ടാസും സ്ഥിരാംഗങ്ങളായി മാറുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിനുണ്ട്. അതോടൊപ്പം ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ആരെയൊക്കെയാണ് നീക്കം ചെയ്തത് എന്നത് ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. നമുക്ക് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലൂടെ തന്നെ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പരിചയപ്പെടാം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 3 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ആ 3 ഒഴിവുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് നികത്തി. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, KK ശൈലജ, TM തോമസ് ഐസക്, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, M സ്വരാജ്, മുഹമ്മദ് റിയാസ്, PK ബിജു, ഉത്തരത്ത് ദിനേശൻ, MV ജയരാജൻ, CN മോഹനൻ. ഇതാണ് സെക്രട്ടേറിയറ്റ്. 3 സഖാക്കളെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഉൾപ്പെടുത്തിയത്. KK ശൈലജ ടീച്ചറും MV ജയരാജനും CN മോഹൻ. അങ്ങനെ 17 അംഗ സെക്രട്ടേറിയറ്റും പാർട്ടി സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുക. തിരുവനന്തപുരത്ത് അല്ല, അങ്ങനെ ഓരോ ജില്ലക്കും പ്രാതിനിധ്യമൊന്നുമില്ല സെക്രട്ടേറിയറ്റ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ടല്ലോ പരിഗണിക്കണം. ഞങ്ങൾ 100 കണക്കിന് സഖാക്കൾ ഈ സമ്മേളന പ്രതിനിധികളായ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനാവില്ലല്ലോ. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂസൻ കോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് തന്നെയാണ്. കരുനാഗപ്പള്ളി വിഷയം, കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലും എടുത്തിട്ടില്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടില്ല.
അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കും.